36 മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു മരണം വെച്ച് ആ ജില്ലയിൽ നടക്കുന്നുണ്ട്. 36 1.5 ദിവസം എന്ന് വെക്കാം. 1.5 ദിവസത്തിൻ്റെ ഇടയിൽ വെച്ച് ഇന്ത്യയിൽ ഇന്നും നടക്കുന്ന കാര്യമാണ്. സ്റ്റേറ്റിൽ മരണോ ഒരാൾ വെച്ച് മരിക്കും. കാരണം എന്താണെന്നറിയോ? രോഗശാന്തിക്ക് കൊണ്ടുവന്ന കുറച്ച് കേസുകൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഒരു വീട്ടമ്മയെ കൊണ്ടുവന്നു. കൂടി വന്ന 32-33 വയസ്സ് കാണും. ഇവർ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവർ സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ വേറെ സ്ഥിരമായി ധ്യാനത്തിന് വരുന്ന ഒരു കേസാണ്. ശരീരം മുഴുവനും വേദനയാണ്, പ്രാർത്ഥിക്ക് ബ്രദർ എന്ന് പറഞ്ഞു. എല്ലാ ധ്യാനത്തിലും കാണും ഇങ്ങനെയുള്ള പേഷ്യൻ്റ് എപ്പോഴും കാണും. എപ്പോഴും വേദനയാണ്, പ്രാർത്ഥിക്കാൻ പറയും. ഡോക്ടറെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്യും. തൊട്ട് കഴിഞ്ഞാൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. വെള്ളം കുടിച്ചാൽ ഛർദ്ദിക്കും. നമ്മൾ എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും. അവർ കൊണ്ടുപോകാത്ത ഡോക്ടറില്ല, കൊടുക്കാത്ത മരുന്നുകളില്ല, പക്ഷേ ഇവർ ഇങ്ങനെയുള്ള പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേഷ്യൻസ് മൊത്തം ഡോക്ടർമാർ കൈയൊഴിയാണ്? ഈ ക്യാരക്ടർ ബേസിൽ സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കുത്തിവെക്കുന്ന ക്യാരക്ടറുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഇദ്ദേഹം ഈ VF സ്കിന്നർ ചെയ്ത ഒരു സംഭവമുണ്ട്. ഇദ്ദേഹം എന്താണെന്ന് പറയുക, ഒരു കൂട്ടിലൊരു പട്ടിയെ കൊണ്ടിട്ടിട്ട് ഈ പട്ടിക്ക് ഇദ്ദേഹം ആഹാരം കൊടുക്കുന്ന സമയത്ത്, നല്ല ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഇദ്ദേഹം ഒരു മണി എടുത്ത് കിളിക്കും. പട്ടി കഴിച്ച് തീരുന്നത് വരെ ഇദ്ദേഹം മണി അടിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ പിടികിട്ടിയോ? മണി അടിച്ചുകൊണ്ടിരിക്കും. പട്ടി കഴിച്ച് കഴിയുമ്പോൾ മണിയടി നിർത്തും. അത് കഴിഞ്ഞ് ഇദ്ദേഹം 1 മാസം ഈ പരിപാടി തുടർന്നു. പട്ടി അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പട്ടിയുള്ളവരെല്ലാം നാളെ മുതൽ അത് ചെയ്തോ, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മണിയെടുത്ത് അടിച്ചുകൊണ്ടിരിക്കുക. പട്ടി കഴിച്ച് തീരുന്നത് വരെയും നിർത്തരുത്. കഴിച്ച് തീർന്ന അത് മതിയെന്ന് പറയുമ്പോൾ മണിയടി നിർത്തിക്കോണം. 1 മാസം കഴിഞ്ഞ് ഈ പുള്ളി ആഹാരം കൊടുക്കേണ്ട ടൈമായപ്പം ആഹാരം കൊടുക്കാതെ ഇദ്ദേഹം മണിയായിട്ട് മാത്രം പോയി. പട്ടിയുടെ കൂട്ടിൻ്റെ അവിടെ നിന്നുകൊണ്ട് മണി കിലുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് പട്ടിയുടെ വായിൽ നിന്ന് ഈ സലേവയൊക്കെ വന്നിട്ട് പട്ടി ഇതൊക്കെ ഇവിടെ കിട്ടിയോ? ഇത് ആർക്കെങ്കിലും മനസ്സിലായോ? സംഭവം മനസ്സിലായോ? ഇത് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും. ഇന്ന് ഞാൻ പറയത്തില്ല, നിങ്ങളങ്ങ് ഊഹിച്ചാൽ മതി. ഹല്ലേലൂയ. ഈ കുത്തി വെച്ച് തന്നിരിക്കുക നമുക്ക്. അതായത് നമ്മൾ പറയാം, നിങ്ങളുടെ വീട്ടിൽ ആയിരുന്ന സമയത്ത് ചില സംഭവങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായി. ആ സംഭവങ്ങൾ സ്ഥിരമായി ഉണ്ടാവുന്ന സംഭവമാണ്. സ്ഥിരമായി ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചോളുക. ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ കെട്ടിച്ചൊരു വീട്ടിൽ ചെന്നാൽ ആ സംഭവത്തിൻ്റെ എന്തെങ്കിലും ഒരു മണമോ ഒരു സ്മെല്ലോ ഉണ്ടായാൽ നിങ്ങൾ ഇവിടെ എന്തൊക്കെ കാണിച്ചോ അവിടെ അത് കാണിക്കും. അതാണ് ഈ VF സ്കിന്നർ കണ്ടുപിടിച്ചത്. മനസ്സിലായോ? ഈ പട്ടിക്ക് മണിയടിയുടെ ശബ്ദം കേട്ടപ്പോൾ അതിൻ്റെ വായിൽ ഭക്ഷണം വരുന്ന കണക്ക് ടേസ്റ്റ് അതിനുണ്ടായി. ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വേറൊരു കാര്യം പറയാം. അതായത് ദൈവമേ, ഇത് നിങ്ങളെന്ന് കേട്ടൊന്ന് മാനസാന്തരപ്പെട്ടാൽ മതിയായിരുന്നു. ചില കുടുംബത്തിൽ ശ്രദ്ധിച്ചാൽ മതി, ഫങ്ഷൻ വരുമ്പോൾ 10 പേര് വരുന്ന ഫങ്ഷൻ വരുമ്പോൾ അതിൽ ഈ മാനസിക രോഗികൾ ബഹളം ഉണ്ടാക്കും. ഇതൊരു ഈ ടൈപ്പ് ഒരു സംഭവം. അത് ഫങ്ഷൻ സമയത്ത് അതങ്ങനെ ഇത് ശരിയല്ല, ഇങ്ങനെ ഇത് ശരിയല്ല, അത് ഭയങ്കര ബഹളവും കരച്ചിലും ബഹളവും ഒക്കെ കാണിക്കും. ഫങ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്കൊരു പ്രശ്നം കാണത്തില്ല. അത് ഫങ്ഷൻ സമയത്ത് ഇവർ ബഹളമാണ്. ഫങ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലോ ഇവർ നീറ്റാണ്. ആ ഫങ്ഷൻ സമയത്ത് കാണിച്ച ഒരലുകുലത്തും പിന്നില്ല. പിന്നെ പഴയ കണക്ക് ഓടി വരും, ചായ എടുത്തോ, ഇതെടുത്തോ. 4 പേര് കൂടുന്നൊരു സംഭവം വന്നാൽ ഇവർ രോഗികളാണ്. ഇതെല്ലാം ഈ VF സ്കിന്നർ പറഞ്ഞതുപോലെ എന്തൊക്കെയോ സംഭവങ്ങൾ സമൂഹ മധ്യയിൽ ആരുടെയൊക്കെയോ കണ്ട് ശീലിച്ച് അത് കയറി വരയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും ആൾക്കൂട്ടം കണ്ടാൽ ഇവരിൽ പട്ടിയുടെ നാവിൽ സലൈവ ഉണ്ടാവുന്നത് പോലെ ഇവർക്ക് വിഷയം ഉണ്ടാവും. ആൾക്കൂട്ടം തീർന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉള്ളവർ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള പേഷ്യൻ്റ് സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വലിയ ദുരന്തമാണ്. അതായത് ഹൈ സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഇവർ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അവർ അവിടെ വന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കളയും, എന്തെങ്കിലും
കാണിച്ച് അവിടെ നിന്ന് അലമ്പുണ്ടാക്കും. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. നിങ്ങളൊരു കാര്യം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒരു ഐസ് കട്ട എടുത്ത് വെള്ളത്തിൻ്റെ മേളിൽ ഇടണം. വെള്ളത്തിൻ്റെ മേളിൽ ഇട്ട് കഴിഞ്ഞാൽ ഐസ് കട്ടയുടെ എത്ര ശതമാനം പൊങ്ങിക്കിടക്കും? വല്ല ഓർമ്മയുണ്ടോ? എത്ര ശതമാനം പൊങ്ങിക്കിടക്കും? ഫുള്ള് പൊങ്ങിക്കിടക്കുമോ? പിന്നെ എത്ര ശതമാനം പൊങ്ങിക്കിടക്കും? 90% ഐസ് കട്ട വെള്ളത്തിൻ്റെ അടിയിലല്ലേ? ഇതേ 10% വെള്ളത്തിൻ്റെ മേളിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെയാണ് ഒരു മനുഷ്യൻ. ഒരു സൈക്കോളജി പറയുന്ന 25%, 25% എൻ്റെ യഥാർത്ഥ ഇത് നിങ്ങൾ കാണുന്നുള്ളൂ. എൻ്റെ 75% എൻ്റെ അകവാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. എൻ്റെ 75%ലാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിക്കുന്നത്. 25% നിങ്ങൾ കാണുന്നത് ഞാനല്ല. ഹല്ലേലൂയ. അത് ഞാൻ ആക്ട് ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ ഒരുങ്ങി വൃത്തിയായിട്ട് എന്ന് കാണിക്കുക. പക്ഷേ ഒറിജിനൽ സാധനം വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുക. ഈ B.S. സ്കിന്നർ തന്നെ ചെയ്ത മറ്റൊരു കാര്യം കൂടെ പറയാം. ഇതും കോമൺ ആയിട്ട് എല്ലാവരും പഠിക്കുന്നതാണ്. കുറച്ച് നെൽമണി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു ചാവി വെച്ചു. ഈ ചാവിയിൽ വന്ന് പ്രാവ് ഇരുന്നാൽ നെൽമണിയുടെ അടപ്പ് തുറന്നിട്ട് അവർ കൊത്തി പറക്കും. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം എന്ത് ചെയ്തു? ചാവി വെറുതെ എടുത്ത് ഇട്ടു, നെൽമണിയൊന്നും വെക്കാതെ. പ്രാവ് കറക്റ്റ് ഇല്ല ചാവിയിൽ വന്നിരുന്നു, താക്കോലിൽ വന്നിരുന്നു നെൽമണി കിട്ടാൻ വേണ്ടി. അപ്പം അത് B.S. സ്കിന്നർ പറയുന്നത്, നമ്മൾ വളർന്നു വരുന്ന സമൂഹത്തിന്, വളർന്നു വരുന്ന കുഞ്ഞിന് നമ്മൾ എന്താണോ ഇട്ട് കൊടുക്കുന്നത് അവർ അതിൽ ബൈഹാൻഡാകും, അതിലാകും. അവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വളർന്നു വരുന്ന കുഞ്ഞിന് കുത്തിവെക്കുക. സ്വന്തക്കാർക്കെതിരെ ഉപദ്രവം നിങ്ങൾ കുത്തിവെക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ ഭർത്താവിനെതിരെ, നിങ്ങളുടെ ഭാര്യക്കെതിരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ, ഭാര്യയുടെ വീട്ടുകാർക്കെതിരെ വിഷം ഇങ്ങനെ കുത്തിവെച്ചുകൊണ്ടിരുന്നാൽ ഈ വളർന്നു വരുന്ന കുഞ്ഞ് ഇല്ല പട്ടിയുടെ ഉദാഹരണം പറഞ്ഞതും പ്രാവിൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ ആയിത്തീരും. ഇതാണ് അപകടം എന്ന് പറയുന്നത്. ഈ അപകടം നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ വളർന്നു വരുന്നവരാണ് വലുതായി കഴിയുമ്പോൾ ഇവർക്ക് ആൻസൈറ്റിയായി, ഇവർ ചിന്ത മാറുന്നില്ല. കാരണം കുഞ്ഞിലെ മുതലേ വിഷം ഇങ്ങനെ കേട്ടിരിക്കുക. വിഷം എന്ന് പറഞ്ഞാൽ ഉഗ്രം വിഷമാണ് ഈ കുത്തിവെച്ച് കൊടുക്കുന്നത്. അങ്ങനെ കേട്ട് പല മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ രോഗികളാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം പല മാതാപിതാക്കളും പറയും, ഇത് എന്നെ തന്നെയാണ്, നിന്നെ തന്നെയാണ്. അല്ലെ, നമ്മൾ പിന്നെ വല്ലവർക്കും വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നീ മൂലം നിന്റെ കുഞ്ഞ് രോഗിയായി. കാരണം ഏതാണ്? കുത്തിവെപ്പ് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. വിരോധത്തിന്റെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മക്കളെ നമ്മൾ ഇഞ്ചക്ട് ചെയ്യാതിരിക്കുക മാക്സിമം. മധ്യപ്രദേശിൻ്റെ ഒരു ജില്ലയിൽ ജാംബുന എന്നു പേരുള്ള ഒരു ജില്ലയുണ്ട് മധ്യപ്രദേശിൽ. ജാംബുന അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ ജാംബുന ജില്ലയിൽ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. 36 മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു മരണം വെച്ച് ആ ജില്ലയിൽ നടക്കുന്നുണ്ട്. 36 മണിക്കൂർ, 24 മണിക്കൂറാണ് ഒരു ദിവസം. 36 ആകുമ്പം 1.5 ദിവസം എന്ന് വെക്കാം. 1.5 ദിവസത്തിൻ്റെ ഇടയിൽ വെച്ച് ഇന്ത്യയിൽ ഇന്നും നടക്കുന്ന കാര്യമാണ്. ഇന്ത്യയിൽ 1.5 ദിവസത്തിൻ്റെ ഇടയിൽ വെച്ച് മധ്യപ്രദേശിൽ ജാംബുന എന്ന ജില്ലയിൽ സ്റ്റേറ്റിൽ മരണോ ഒരാൾ വെച്ച് മരിക്കും. കാരണം എന്താണെന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മദ്യപാനി ഉള്ളത് ഈ ജില്ലയിലാണ്. ഈ ജില്ലയുടെ ചരിത്രം എടുത്ത് മനഃശാസ്ത്ര വിദഗ്ധർ പഠിച്ചപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ഇന്ത്യ കണ്ടത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അറിവില്ലായ്മ. അങ്ങനെ ദാരിദ്ര്യവും അറിവില്ലായ്മയും നിമിത്തം ഇവരിൽ പലരും മദ്യപാനികളും ഗുണ്ടകളും കൊള്ളക്കാരുമായി മാറി. എവിടെ ഒരു കുടുംബത്തിൽ ഒരാൾ മദ്യപാനിയാണെങ്കിൽ, ഒരു കുടുംബത്തിൽ അയാൾ പ്രശ്നക്കാരനാണെങ്കിൽ അതിൻ്റെ പിന്നിൽ അയാൾ അനുഭവിച്ച ദാരിദ്ര്യമുണ്ട്. അയാൾ ജോലിയില്ലാതെ കിടന്ന് അലഞ്ഞതിൻ്റെ വേദനകൾ അയാളുടെ മുൻപിലുണ്ട്. നിങ്ങൾ നോക്കിയോ? കേരളത്തിൽ തന്നെ ഈ പഠനം നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ രൂപപ്പെട്ടത് എവിടെയാണ്?
അവർ പഠനം നടത്തിയപ്പോൾ ഗ്രാമങ്ങളിലാണ്, ഉൾഗ്രാമങ്ങളിൽ പാവപ്പെട്ടവരുടെ ഇടയിൽ, കോളനിയിൽ ജോലിയില്ലാതെ അലയുന്നവരുടെ ഇടയിലാണ് മദ്യവും ഈ ഗുണ്ടായിസവും തുടങ്ങിയത്. കോളനികളിലാണ്, ചേരി പ്രദേശങ്ങളിലാണ്. നിങ്ങളിത് പഠിച്ചു നോക്ക്. ഇപ്പൊ സൈക്കോളജിസ്റ്റ് ലോകത്ത് എവിടെ എടുത്താലും ചേരി പ്രദേശങ്ങളിലാണ് ഈ അടിമകൾ ഈ ഇവരുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് സ്ലംസിലാണ്, അവിടെ സ്ലംസ് പീപ്പിളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഗുണ്ടായിസത്തിലും മദ്യപാനത്തിനും അടിമ. കാരണം അവിടെയാണ് ദാരിദ്ര്യം, അവിടെയാണ് ജോലിയില്ലാത്തത്, അവിടെയാണ് വിദ്യാഭ്യാസം ഇല്ലാത്തത്. അപ്പം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് മദ്യപാനത്തിൻ്റെതായ ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു കഥയുണ്ട്, അടിച്ചമർത്തപ്പെട്ടതിൻ്റെ ഒരു കഥയുണ്ട്, പിടിച്ച് അടിച്ചും വളർത്തിയതിൻ്റെ ഒരു കഥയുണ്ട്, ക്ഷമിക്കാനാവാത്ത ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളതിൻ്റെ ഒരു കഥ അവർക്ക് പറയാനുണ്ട്. ഇത് കാരണമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന സ്ലംസിലാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നത് ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതിൽ നിന്ന് കയറി വരുന്ന, നിന്നെ കയറ്റിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്ന്, അതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. യേശുവേ ആരാധന. നിങ്ങളിത് പഠിച്ചു നോക്കുക. നിങ്ങളിത് ഇന്ന് ഞാൻ എടുത്ത ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം സ്ലംസ് ഏരിയയിലാണോ എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്, പരിശോധിച്ച് നോക്ക്. നമുക്ക് തന്നെ അറിയാം, പല ചേരി പ്രദേശം ഗുണ്ടായിസത്തിൻ്റെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ, ഒരു ഗുണ്ടായിസത്തിൻ്റെ സിനിമ ഉടനെ കാണിക്കുന്ന ഏതാണ്? ചേരിയാണ് കാണിക്കുന്നത്, അല്ലയോ? ബോംബെയിൽ എല്ലാവരും പറയും, ബോംബെയിൽ നിന്ന് നമ്മൾ പറയത്തില്ലേ, കളിയാക്കി പറയും ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ധാരാവി എന്തുവാ? ചേരി പ്രദേശമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ഇഷ്യൂസ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഗുണ്ടകൾ ബോംബെയിൽ നിന്ന് രംഗത്തിറങ്ങിയത് ധാരാവിയിൽ നിന്നാണ്. നമ്മൾ ധാരാവിയിലല്ലേ എയർപോർട്ട്, ഈ ധാരാവി കണ്ടിട്ടാണ് നമ്മൾ ഈ ബോംബെയുടെ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ, നമ്മൾ എയർപോർട്ടിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന മൊത്തവും കുടിലുകളാണ്, ധാരാവിയാണ് കാണുന്നത്. ഈ ധാരാവി കണ്ടിട്ടേ നമുക്ക് ബോംബെയിൽ കാണാൻ പറ്റൂ. ഇതെൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ നമുക്ക് അങ്ങനെ ബോംബെ കാണാൻ പറ്റൂ. ബോംബെയുടെ ആ ബ്യൂട്ടിഫുൾ മൊത്തവും ഈ ധാരാവിയാണ് കളയുന്നത്. ധാരാവി കണ്ട് കുടിലുകൾ കണ്ടിട്ടാണ് നമ്മൾ എയർപോർട്ടിലോട്ട് നമ്മൾ ഇറങ്ങുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഗുണ്ടകളുള്ളത്. ഇതാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ട് അപ്പോൾ പാരൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ. നമുക്ക് അറിവില്ലായ്മ, ദാരിദ്ര്യം, ജോലിയില്ലാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ സ്ലംസ് ഏരിയയിൽ കുറ്റവാളികളും മദ്യപാനികളും ഉണ്ടായതുപോലെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും. അതുകൊണ്ട് ഒരു ദാരിദ്ര്യമുള്ള ഒരു കുടുംബമായിട്ട് ജീവിക്കാനല്ല കർത്താവ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. ഇവർക്കെല്ലാം ഇപ്പോൾ ഈ ആൻസൈറ്റി ഉണ്ടായിരിക്കുന്ന, ഉത്കണ്ഠ ഉണ്ടായിരിക്കുന്ന ഈ പേഷ്യൻസിൻ്റെ പുറവിൽ ഈ ബയോസൈക്കോ സോഷ്യലാണുള്ളത്. ഒന്നെങ്കിൽ അവരുടെ ശരീരം അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ്, അപ്പനോ അമ്മയ്ക്കോ കാണും, അതങ്ങനെ വന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സൈക്കോപരമായി മനസ്സ് സംബന്ധമായി ചെറുപ്പത്തിലുണ്ടായ സംഭവങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവരിങ്ങനെ ആയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യലാണ്. ഈ പൊതുജനം ഇവരെ ഇങ്ങനെ ആക്കിയെടുത്തതാണ്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള വഴി. അപ്പോൾ ഈ 3 കൂട്ടം കാര്യത്തിൽ നിന്നും രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. രക്ഷപ്പെടാത്ത ഒരാൾക്ക് പോലും ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. ക്രിസ്തു ഇത് രക്ഷിക്കാൻ നടക്കുന്ന ഡോക്ടറാണ്. ഹല്ലേലൂയ. ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാനൊരിക്കൽ എൻ്റെ അടുത്ത് രോഗശാന്തിക്ക് കൊണ്ടുവന്ന കുറച്ച് കേസുകൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഒരു വീട്ടമ്മയെ കൊണ്ടുവന്നു. കൂടി വന്ന 32-33 വയസ്സ് കാണും. ഇവർ ഒരാഴ്ചക്ക് മുമ്പ് വരെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവർ സംസാരിക്കുന്നില്ല. ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കൊണ്ടുവന്നു പലയിടത്ത് കൊണ്ടുപോയി ഇവർ സംസാരിക്കത്തില്ല. ഇവരിങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുക, സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ കാണിക്കും. നമ്മൾ പറയുന്നതിനെല്ലാം അവർ ആൻസർ ചെയ്യും, പക്ഷേ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചിലവർ ഭർത്താവ് പറഞ്ഞു, ഇവിടെ ആട്ടമാണ്, ഇവർക്ക് 2 അടിയുടെ കുറവാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഉള്ള ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ ധ്യാനം കഴിഞ്ഞപ്പോൾ അവർ സംസാരിച്ചു. കാരണം അവരുടെ ഈ രോഗം മാറിപ്പോയി. അതുപോലെ തന്നെ വേറെ സ്ഥിരമായി ധ്യാനത്തിന് വരുന്ന ഒരു കേസാണ്, ശരീരം മുഴുവനും വേദനയാണ്, പ്രാർത്ഥിക്കുക ബ്രദർ എന്ന് പറഞ്ഞു. എല്ലാ ധ്യാനത്തിലും കാണും ഇങ്ങനെയുള്ള പേഷ്യൻ്റ് എപ്പോഴും കാണും. എപ്പോഴും വേദനയാണ്, പ്രാർത്ഥിക്കാൻ പറയും. ഡോക്ടറെ ചെന്ന് കഴിഞ്ഞാൽ
ഒന്നുമില്ലെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്യും. ഇതിനെ ഹിസ്റ്റീരിയ പാരലൈസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇവർ പറയുന്നത് ഇവർക്ക് എപ്പോഴും പിന്നെ രോഗമാണെന്നാണ്. അപ്പോൾ ഹിസ്റ്റീരിയ പാരലൈസിസ് എന്ന് പറയുന്ന ഈ രോഗത്തിന് നമുക്ക് മരുന്നൊന്നുമില്ല. അതിന് ഡോക്ടർമാരെന്തെങ്കിലും ഈ വിറ്റാമിൻ ടാബ്ലറ്റ്സോ എന്തെങ്കിലും കൊടുത്തു വിടും. അതുപോലെ തന്നെ ചിലവർക്ക് കൈവിറയിൽ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ കൈ കാരണമൊന്നുമില്ല. തലച്ചോറ് നോക്കിക്കഴിഞ്ഞാൽ തലച്ചോറിൽ പ്രശ്നമില്ല, ഞരമ്പ് സംബന്ധമായ വിഷയമില്ല, പക്ഷേ ഇവർക്ക് കൈവിറയില്ല, അല്ലെങ്കിൽ ദേഹത്തിൻ്റെ എവിടെയെങ്കിലും ഒരു വിറയിൽ കാണും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കൂടിക്കഴിഞ്ഞാൽ, ഈ രോഗം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിംറ്റംസാണ് ഇത്. ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്തും അതിനൊക്കെ ഇവിടെ ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന സമയത്തും ഇതെല്ലാം നമ്മുടെ ജീസസ് മിഷനിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പേഷ്യൻസ് ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഛർദി, ജീസസ് മിഷനിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഛർദിക്ക് മാറാത്ത ആൾക്കാർ വരുന്നത്? ഓർമ്മയുണ്ടോ? ഡൽഹിയിൽ വെച്ചുണ്ടായിരുന്നു. ഛർദിയാണ്, തൊട്ട് കഴിഞ്ഞാൽ ഛർദിച്ചുകൊണ്ടിരിക്കും. വെള്ളം കുടിച്ചാൽ ഛർദിക്കും. നമ്മൾ എന്ത് കഴിച്ചാലും ഛർദിക്കും. അവർ കൊണ്ടുപോകാത്ത ഡോക്ടറില്ല, കൊടുക്കാത്ത മരുന്നുകളില്ല, പക്ഷേ ഇവർ ഛർദിയാണ്. ഇങ്ങനെയുള്ള പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേഷ്യൻസ് മൊത്തം ഡോക്ടർമാർ കൈയൊഴിയുകയാണ്? ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ ടീമിൽ ഒരു ജിനു ഡോക്ടർ എന്ന് നമ്മുടെ കോഴിക്കോട് MBRലെ ഡോക്ടറാണ്. MBR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസറിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് ഇവിടെ ഗംഗാധരനും MBRലെ ഡോക്ടറുമാണ് ഉള്ളത്. അങ്ങനെ രണ്ട് ഹോസ്പിറ്റലിലും ഭയങ്കര തിരക്കാണ്. നമ്മുടെ ആസ്ട്രം മെഡിസിറ്റി പോലെ തന്നെ കോഴിക്കോട് വലിയൊരു ഹോസ്പിറ്റലാണ് MBR. അവിടുത്തെ പിന്നെ ഓൺകോ ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യനാണ് നമ്മുടെ ജിനു ഡോക്ടർ. ജിനു ഡോക്ടറിൻ്റെ അടുത്ത് എൻ്റെ ചോദ്യം ഇതാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പിന്നെ ഈ അൽഫോണിയ അല്ലെങ്കിൽ ഈ ഹിസ്റ്റീരിയ, ഈ പാരലൈസിസ് പോലുള്ള സംഭവങ്ങൾ, ഇതുപോലുള്ള സംഭവങ്ങൾ ഒരു അസുഖമൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടോ? എന്താണ് ഒരു അനുഭവം പറയാമോ? ഒന്ന്, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത സമയത്താണ് ഒരു 20-നും 25-നും ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടി ഒരു പ്രൈവറ്റ് ഫാമിൽ വർക്ക് ചെയ്യുന്നതാണ്. ഹോസ്റ്റലിൽ നിന്ന് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പൊ അവിടുത്തെ കൊളീഗ്സ് അവള് പെട്ടെന്ന് രാവിലെ ഡ്യൂട്ടിക്ക് വന്ന ആ സമയം തൊട്ട് അവൾ അബ്നോർമലായി ബിഹേവ് ചെയ്യുന്നു, നിലത്ത് കിടന്ന് ഉരുളുന്നു, അപസ്മാരം പോലുള്ള ഫീച്ചേഴ്സ് കാണിക്കുന്നു പറഞ്ഞു കൊണ്ടുവന്നു. അപ്പം നമ്മള് വന്ന ഉടനെ നോക്കുമ്പോൾ ഒരു അപസ്മാരത്തിന്റെ ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ മെഡിസിൻസ് കൊടുത്തു. പിന്നെ ഇവള് മെഡിസിനോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങനെ ബെഡിൽ ആർച്ച് പോലെ നിന്നിട്ടൊക്കെ ഒരു അബ്നോർമൽ ബിഹേവിയർ കാണിച്ചു തുടങ്ങി. കൊടുക്കുന്ന ഒരു മെഡിസിനോടും യാതൊരു റെസ്പോൺസും ഇല്ല. അങ്ങനെ നമ്മള് ബ്രെയിനിന്റെ സ്കാൻ ചെയ്തു, EEG സ്റ്റഡി ചെയ്ത് നോക്കി, പക്ഷെ ആൾക്ക് ഒന്നും അബ്നോർമാലിറ്റി ഒന്നും കാണുന്നില്ല. അപ്പം പേരൻസ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഒരു കൊളീഗ് വന്ന് ഇങ്ങനെ പറഞ്ഞു, വീട്ടിലൊരു ലവ് ഫെയിലിയർ ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആള് അബ്നോർമൽ ബിഹേവിയർ, അതായത് അപസ്മാരം ഉണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ ഒരു ഡൗട്ടില് സൈക്യാട്രിസ്റ്റിനെ വിളിക്കുകയും ഒരു കൗൺസിലിങ്ങിന് വിടുകയും ചെയ്തു. അത് പറഞ്ഞത് സൈക്കോളജി ഡോക്ടറാണോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചതാണെന്ന് പറഞ്ഞത്? സൈക്കോളജിസ്റ്റ് ആണോ പറഞ്ഞത്? അല്ല, അത് കൂടെ വർക്ക് ചെയ്യുന്നവരൊരു ഡൗട്ട് പറഞ്ഞു. കാരണം നമുക്ക് ഇതിലൊന്നും കാണുന്നില്ല എന്ന് നമ്മളൊരു ഡൗട്ട് പറഞ്ഞപ്പം അങ്ങനെ നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വിട്ടപ്പം അവളത് സമ്മതിച്ചു. അതായത് വീട്ടുകാരുടെ അടുത്ത് നിന്നുള്ള അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അത് അഭിനയിച്ചതാണ്. അപ്പം ഈ ഒരു സിംറ്റംസ് ഒക്കെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവള് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അപസ്മാരത്തിന് എന്താണ് ഒരാൾക്ക് ഉണ്ടാകുക എന്നുള്ളതൊക്കെ സെർച്ച് ചെയ്ത് അതുപോലെ അവള് അഭിനയിച്ച് കാണിക്കുകയായിരുന്നു എന്ന് അവളത് പറയുണ്ടായി നമ്മോട്. വേറെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ പേഷ്യന്റ് ആയിട്ട് വന്നത്? പേഷ്യന്റ് അതായത് ഒരു പ്രായം കൂടിയ ഒരു വേറൊന്നുണ്ടായത്, ഒരു പ്രായം കൂടിയ മനുഷ്യൻ പെട്ടെന്ന് ബോധം പോയി എന്നും പറഞ്ഞ് വീട്ടുകാർ കൊണ്ടുവന്നു. അനങ്ങുന്നില്ല. നമ്മൾ കൊണ്ടുവന്ന എമർജൻസിയിൽ പല കാര്യങ്ങളും ചെയ്തെങ്കിലും ആൾക്ക് അനക്കമൊന്നുമില്ല. എന്ത് ചെയ്തിട്ടും ആൾ അനങ്ങുന്നില്ല. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ കണ്ണില് നന്നായി പ്രഷർ കൊടുത്തു കഴിഞ്ഞപ്പം കണ്ണ് തുറന്നു. കണ്ണിന്റെ പെയിൻ മറ്റുള്ള പെയിനുകളെക്കാളും പെയിൻ കൂടുതലാണ്. അപ്പൊ അത് കണ്ണ് തുറന്നു. അത് കഴിഞ്ഞ് ആളോട് സംസാരിച്ചപ്പോ ആള് പറഞ്ഞു, എനിക്ക് പ്രായമായി, എന്നെ വീട്ടിലാരും നോക്കുന്നില്ല, അപ്പൊ ആ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഞാൻ അഭിനയിച്ചതാണ് എന്ന് പുള്ളി സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുണ്ട്. ഇത് തന്നെയാണ് ഡെലിവറൻസിന് നമ്മുടെ അടുത്ത് വരുമ്പോഴും നമ്മൾ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ചില കുട്ടികൾ കണ്ടോ ഇങ്ങനെ കരയുക,
ഭയങ്കരമായിട്ട് കരയും. ചിലവർ കണ്ടോ, നമ്മളിങ്ങനെ കടന്ന് അടുത്തോട്ട് പോകുന്നതിനനുസരിച്ച് അലറും ബഹളം കാണിക്കും. അപ്പോൾ ഞാൻ പറയും, ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് പറയത്തില്ല സൈക്കോളജിയാണ്, നിങ്ങൾ ശല്യത്തിന് പോകരുത് എന്ന് ഞാൻ പറയാറില്ലേ. അത് ഇതാണ് ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന ഡോക്ടർ പറഞ്ഞ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതുണ്ട്, ആൻസൈറ്റി പിന്നെ അറ്റാക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മളിപ്പോൾ പഠിച്ചല്ലോ. അതിൻ്റെ അകത്ത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പയ്യന് അവൻ ഒരു പെണ്ണിന് വാഗ്ദാനം കൊടുത്തു, ഞാൻ നിന്നെ കെട്ടാന്ന് പോവാം. മാതാപിതാക്കളെ ആ പയ്യൻ നല്ലപോലെ സ്നേഹിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു, നടക്കത്തില്ല, ഞങ്ങളുടെ അനുവാദത്തോടുകൂടി നീ കെട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ അവസ്ഥ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന്, ആ പെണ്ണിനും, രണ്ടേതാണ് മാതാപിതാക്കൾക്കും ഇടയിലായിട്ട് നിന്നുകൊണ്ട് ഇവൻ ഉൾക്കണ്ട ആകുലത ഉണ്ടായിട്ട് അവസാനം മാതാപിതാക്കൾ പറയുന്ന കണക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കെട്ടും. പക്ഷേ ഇവൻ അന്നുണ്ടായ ആകുലതയും ഉൾക്കണ്ടയും ഇവൻ ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഇവർ തന്നെ സ്വയം ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കേട്ടിട്ടോ സിനിമയിൽ നിന്നോ കണ്ടെത്തിയിട്ട് ഇവർ ആക്ട് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഏറ്റവും അപകടമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം കൗൺസിൽ ചെയ്ത് മാറ്റിയെടുക്കേണ്ടത്. ഇതേ സെയിം തന്നെ ഈ ബന്ധനമോചന ധ്യാനത്തിനും ആൾക്കാർ വരും. ഇതേ സെയിം തന്നെ. നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഹാളിൽ എല്ലാവരും നിൽക്കുന്നു, ഒരാൾ കിടന്ന് പറ നീ എവിടെ നിന്നാണ് കയറിയത്, ഉടനെ അവരുടനെ തറയിൽ വീണ് കാണിച്ചിട്ട് പറയും എൻ്റെ അമ്മായിമ്മ എന്നെ കയറ്റിയതാണ്. പക്ഷെ അവൾ പേഷ്യൻ്റാണ്, പക്ക എൻ്റെ അമ്മായിമ്മ കൂടോത്രം ചെയ്ത് എന്നെ കയറ്റിയതാണ്. അപ്പോൾ കണ്ടോ, കൂടോത്രം അടിക്കുന്ന ഒരു വൻ ബ്രദർ, ഹല്ലേലൂയ, ഫ്രഞ്ച് താടിയും കറുത്ത ജുബ്ബയിട്ട് നിൽക്കുക, മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതാണ് ആദ്യം ബന്ധനമോചനം ശുശ്രൂഷ ചെയ്യുന്നവർ ആദ്യം പഠിക്കേണ്ടത് സൈക്കോളജിയാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. ഇവരെ തിരിച്ചറിയാൻ നമ്മൾ മനസ്സിലാക്കണം, ഇവർക്ക് ആരാണ്, ഇവർക്ക് എന്താണ് ഉള്ളതെന്ന് തിരിച്ചറിയാൻ. അതുകൊണ്ടാണ് ഈ ഡെലിവറൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ക്ലാസ് എടുത്തെടുത്ത് ഇറങ്ങുമ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ മക്കളെയോ കൂടുതൽ രോഗികളാക്കുവാനാണ് അത് ഉപകരിക്കത്തുള്ളൂ എന്നും കൂടെ നിങ്ങൾ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് ഈ മൂന്നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ മിണ്ടാതിരിക്കുക, അതിനെ അൽഫോണിയ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ കാണാനും കേൾക്കാനും പറ്റുന്നില്ലെന്ന് പറയുക, ഇതെല്ലാം ആ രോഗമാണ്. ശരീരത്തിൽ മൊത്തത്തിൽ വേദന, ഡോക്ടർ നോക്കുമ്പോൾ ഒന്നുമില്ല, ഹിസ്റ്റീരിയ, പാരലൈസിസ്. അതുപോലെ തന്നെ കൈവിറയിൽ കാരണമില്ല, അത് ടിക്സ് ആൻഡ് ട്രിമോർസ്, എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ വിഷയങ്ങളുണ്ട് ഇതിനെ പഠിക്കാനായിട്ട്. ഛർദി ഉണ്ടാകുക, മെഡിസിൻ ഇല്ലെന്ന് പറയുക, ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്ന സൈക്കോളജി പരമായ കാര്യം എന്താണ്? കാര്യം ഇതേ ഉള്ളൂ, ഉള്ളിൽ വെച്ചിരിക്കുന്ന കോപം, വൈരാഗ്യം. അതാണ് ഇപ്പോൾ ഡോക്ടറും പറഞ്ഞത്. ഉള്ളിൽ വെച്ചിരിക്കുന്ന കോപം, വൈരാഗ്യം ശക്തമായി ഉപബോധ മനസ്സിൽ വളർത്തും. അത് ആർക്കെതിരെയും ഇവർ ഉള്ളിൽ കോപവും വൈരാഗ്യവും ഉള്ളിൽ വെച്ച് സൂക്ഷിക്കും. എന്നിട്ട് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. എന്നിട്ട് ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗൂഗിളോ സിനിമയോ ഏതെങ്കിലും വഴി ഇവർ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കും. അതാണ് ടിക്സ് ആൻഡ് ട്രിമോസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പല രോഗങ്ങളുടെ ഓരോ ശാഖകളാണ് ഇത്. അല്ലാതെ ഇതെല്ലാം ബേസല്ല, ശാഖകളാണ്. ഈ ശാഖകളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, ഇപ്പോൾ കൈവിറയലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഇവർ ട്രിക്ക് കാണിച്ച് ഇവർ സ്വയമേ സൈക്കോ ആയി മാറും. ഇവർ സ്വയമേ. അതിന് കാരണം ഏതാണ്? അകത്ത് ഉണ്ടായ ആകുലതയാണ്. അതിന് കാരണം ഏതാ? അകത്തുണ്ടായ ഉത്കണ്ഠയാണ്. ചിലവരെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോസ് ചെയ്യത്തില്ലല്ലോ. എന്താ കാര്യം? അത് ഭയങ്കര അപകടമുള്ളൊരു വിഷയമാണ്. ഈ ജീസസ് വിഷൻ ടീം ഇതിപ്പോൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുക, ഉടനെ പറയും നിങ്ങളെടുത്തോ, ഞാൻ മാറുകയാണെന്ന് പറയും. അത് ശ്രദ്ധിച്ചോളുക. എന്താ കാരണം? ഞാൻ വികൃത രൂപിയാണ്, നിങ്ങളൊക്കെ ഭയങ്കര സൗന്ദര്യമുള്ളതാണ്. നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുക, ഏത് വെളുത്തവൻ്റെ കൂടെ ഞാൻ നിൽക്കും, പോടാവില്ലെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുക. നമ്മൾ ടോർച്ച്, നമ്മൾ ഇരുണ്ട് കഴിഞ്ഞാൽ മൊബൈലിലെ ടോർച്ച് അടിച്ചിട്ട് ഇവൻ്റെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ഞാൻ കറുത്തതാണ്, എനിക്ക് കാണാൻ സൗന്ദര്യമില്ല, ഞാൻ വികൃത രൂപിയാണ്. പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമാണ്. നല്ല ഡ്രസ്സ് ഇടത്തില്ലല്ലോ, എന്നെ ഡ്രസ്സ് ഇട്ടാൽ എനിക്ക് ചേരത്തില്ല. പരാജയ ബോധമാണ്. ജീവിതത്തിൽ ലൈഫ് മൊത്തം പരാജയപ്പെട്ടു. അതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതിനെയാണ് ഇവല്യൂഷണൽ സൈക്കോസിസ് എന്നാണ് ഇതിനെ പറയുന്നത്.
ഇത് ഈ രോഗത്തെ പറയുന്നത്. ഇതിൽ മെലൻകോളിയ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇപ്പോൾ അവർ പഠിപ്പിക്കുന്നുണ്ട്. മെലൻകോളിയ എന്ന് പറയും. ഈ മെലൻകോളിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ സൈക്കോസിസ് രോഗമാണ്. അതാണ് ഈ ഫോട്ടോ എടുക്കാനൊക്കെ മാറിയിരിക്കുന്നവർ. അത് ഈ രോഗത്തിൻ്റെ തുടക്കമാണത്. ഇവർ ജീവിതത്തിലെ പരാജയം നേരിടുന്നവരാ. ഇവരെയൊക്കെയാണ് യേശു ക്രിസ്തു മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. താല്പര്യം, എല്ലാ കാര്യങ്ങളിൽ നിന്നും താല്പര്യം നഷ്ടപ്പെട്ട് മാറി നിൽക്കുക. ഇങ്ങനെ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ എന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക. അതുപോലെ തന്നെ ശാരീരിക രോഗ ലക്ഷണങ്ങൾ പ്രകടമാക്കുക. എനിക്ക് വയ്യ, എടാ ജോലിക്ക് പോടാ, എനിക്ക് വയ്യ, ഞാൻ ജോലിക്ക് പോകാൻ, എനിക്ക് പറ്റിയാലില്ലേ ജോലിക്ക് പോകാൻ പറ്റൂ. സത്യം പറഞ്ഞാൽ ഇവൻ മെലങ്കോളിയ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വിഷാദ രോഗത്തിന് ഇത് കാരണമാകുക. ഇതെല്ലാം വിഷാദ രോഗത്തിന് കാരണമാകുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചിലവർ എത്ര പറഞ്ഞാലും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നടക്കത്തില്ല. എത്ര നമ്മൾ ഉപദേശിച്ചു കൊടുത്താലും നല്ല രീതിയിൽ നടക്കുക. പഴയ ലൈഫ് അവർ മാറ്റത്തില്ല. ഹല്ലേലൂയ. യേശു ആരാധന. ഇതിനെയൊക്കെയാണ് യേശു ക്രിസ്തു മാറ്റിയെടുത്ത് നിങ്ങളെ ഈ സമൂഹത്തിന് യോഗ്യമായ ഒരു വ്യക്തിയാക്കി മാറ്റും. യേശു ക്രിസ്തു ഈ പ്രെയർ തെറാപ്പി വഴി നിങ്ങൾക്ക് മാറ്റം സംഭവിക്കും. അതുകൊണ്ട് ഇപ്പോൾ മാസ് പ്രെയറിനായിട്ട് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളുള്ളവർ മാസ് പ്രെയറിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുവാൻ